കായംകുളം കീരിക്കാട് തെക്ക് ശ്രീദേവി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും ആദരിക്കലും നടന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ രഘുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം കീരിക്കാട് തെക്ക് ശ്രീദേവി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും ആദരിക്കലും നടത്തി. ചടങ്ങിൽ കവിയായിരുന്ന കായംകുളം PN മുരളിയുടെ ഗ്രന്ഥശേഖരവും അലമാരകളും ഗ്രന്ഥശാലയ്ക്ക് സംഭാവന ചെയ്ത MK മധുവിനെ ആദരിച്ചു. തുടർന്ന് SSLC, ഹയർ സെക്കൻഡറി, സർവകലാശാല പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. പുരസ്കാര വിതരണവും നടത്തി. ഗ്രന്ഥശാല പ്രസിഡന്റ് J. ഷാജിമോന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ രഘുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏത് കോണിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ചും എന്റെ കയ്യിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്ന വിവര സാങ്കേതിക വിദ്യ, വിജ്ഞാനം വിരൽത്തുമ്പിൽ എന്നെല്ലാം നമ്മൾ പറയുന്ന വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടല്ല നമ്മൾ 70-നെ കാണേണ്ടത്. അന്ന് റേഡിയോ പോലും വ്യാപകമായ രൂപത്തിലേക്കില്ല. നമ്മുടെ നാട്ടിൽ പ്രായമുള്ള ആളുകൾ റേഡിയോ നിലയങ്ങൾ എന്ന പേരിൽ പറഞ്ഞിരുന്ന റേഡിയോ കിയോസ്കുകൾ ഒരു ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ആശയവിനിമയ കേന്ദ്രങ്ങളായിരുന്നു. റേഡിയോ കിയോസ്കുകളുടെ മുമ്പിൽ എൻ്റെ വീടിനടുത്ത് ഒരു വായനശാലയും അവിടെ ഒരു റേഡിയോയും ഉണ്ടായിരുന്നു. പഴയ, അത് കണ്ടിട്ടുള്ള ആൾക്കറിയാം, പഴയ വാൽവ് റേഡിയോ. അത് വെച്ച് കഴിഞ്ഞാൽ തന്നെ 6 മണിയുടെ വാർത്ത കേൾക്കണമെങ്കിൽ 10 മിനിറ്റ് മുമ്പേ വെച്ചിട്ട് ചൂടായി നല്ല രൂപത്തിൽ വന്നെങ്കിൽ മാത്രമേ ശബ്ദം പുറത്തോട്ട് വരുന്ന ശബ്ദം വലിയ ശബ്ദത്തോടുകൂടി വരുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ഒരു മൈക്രോഫോണൊക്കെ മറ്റേ ഹോഡ് വെച്ചിട്ട് പുറത്തോട്ട് കൂടുതൽ ആളുകളൊപ്പം കേൾപ്പിക്കുന്നു. അല്ലെങ്കിൽ പോലും കേൾക്കാൻ പറ്റുമായിരുന്ന അന്നത്തെ ഒരു റേഡിയോ, നമ്മൾ റേഡിയോ നിലയമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ റേഡിയോ കിയോസ്ക് എന്നൊക്കെ പറയുന്നതിന്റെ മുമ്പിൽ ഒത്തുകൂടിയിരുന്ന ഒരു കാലമുണ്ട്. പത്രങ്ങളൊന്ന് വായിക്കുക എന്ന് പറയുന്നത് വായനശാല, നാട്ടിലെ ഏറ്റവും സമ്പന്നരായ ആളുകളുടെ വീട്ടിൽ ആണ് പത്രം വരുത്തുന്നത്. വായനശാല എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ 1, 2, 3 സ്ഥലങ്ങൾ മാത്രമായി നിൽക്കുന്ന ഒരു സ്ഥലം, ഒരു സാഹചര്യം. അവിടെ ഒത്തുകൂടി കാര്യങ്ങൾ വായിക്കാൻ, മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ ബാർബർ ഷോപ്പുകൾ, നമ്മുടെ പഴയ ചായക്കടകൾ, ഇതെല്ലാം ഒരു സമയത്ത് സംവാദ കേന്ദ്രങ്ങളായിരുന്നു. അങ്ങനെയുള്ള സംവാദ കേന്ദ്രങ്ങളുടെ നടുവിലേക്കാണ് ലൈബ്രറികൾ എന്ന രൂപത്തിലേക്ക് ആളുകൾക്ക് ഒത്തുചേരാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. ആ ലൈബ്രറികൾ ഇന്ന് എങ്ങനെ മാറിയെന്നതിനെ സംബന്ധിച്ച് ലോകം മാറിയതുപോലെ തന്നെ നമ്മുടെ സംവിധാനവും ഗ്രന്ഥശാലകളും മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. റേഡിയോകൾക്ക് ശേഷം ടെലിവിഷന്റെ കടന്നുവരവുണ്ടാകുന്നു. പത്രങ്ങൾ ഏതാണ്ട് എല്ലാ വീടുകളിലും എത്തുന്ന രൂപത്തിലേക്ക് എത്തുന്നു. പത്രം വായിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക്, എഴുത്തും വായനയും അറിയാതിരുന്ന ആളുകളെ അക്ഷരത്തിന്റെ ലോകത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടിരുന്ന സമ്പൂർണ്ണ സാക്ഷരത പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, ക്യാൻഫഡിനെ പോലെ, ഗ്രന്ഥശാല സംഘത്തിനെ പോലെ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെ യുവജന പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം ചേർന്നുകൊണ്ട് സാക്ഷരതാ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടത്തിയതിനു ശേഷം എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയാവുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നായി ഈ കേരളം മാറിത്തീരുകയും ആളുകൾ വായനയുടെ ആദരിക്കലും പുരസ്കാര സമർപ്പണവും താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി CN നമ്പി നിർവഹിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് G. സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൌൺസിലർ റെജി മാവനാൽ, K. ശിവപ്രസാദ്, MK പ്രദീപ്, MK പ്രഭ തുടങ്ങിയവർ സംസാരിച്ചു. അഫിലിയേഷൻ ലഭിക്കുകയും ചെയ്ത് 50 വർഷം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച പരിപാടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി വിപുലമായ പരിപാടികളോടുകൂടി സംഘടിപ്പിക്കുവാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 50 വർഷത്തെ പ്രവർത്തനത്തിൽ ഗ്രന്ഥശാലയുടെ ഏറ്റവും മികച്ച പ്രവർത്തനമായി ഞങ്ങൾ ഗ്രന്ഥശാല പ്രവർത്തകർ വിലയിരുത്തുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസ ഉയർച്ചയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡുകളും, ഒരു ഘട്ടത്തിൽ നിർധനരായിട്ടുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ കുട്ടികളെ സ്കോളർഷിപ്പ് നൽകി അവരുടെ പഠനത്തെ സഹായിക്കുന്ന രീതിയിലേക്ക് വലിയ പ്രവർത്തനം നടത്തുവാൻ നമ്മുടെ ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം.